ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ പറഞ്ഞ് നമ്മുടെ 2024 എൻഡ് ചെയ്യാനായി. നവംബർ ഏകദേശം ഫിനിഷ് ആവാനായി. ഇനിയിപ്പം ഡിസംബർ മന്ത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ എല്ലാവരും ഒരു ഫൈനൽ ട്രൈ എന്നുള്ള രീതിയിൽ പല പല ചാലഞ്ചസും ഡയറ്റ് പ്ലാൻസും വർക്ക്ഔട്ടും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ മീൽ പ്ലാനും ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ചാലഞ്ചും ആയിട്ടാണ് ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത്. ഒരു 7 days റാപ്പിഡ് വെയിറ്റ് ലോസ് ചാലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഡിസംബർ മാസം ഈ ഫൈനലായിട്ട് ഈ ഒരു 2024 എൻഡ് ചെയ്യുന്ന മുമ്പ് എനിക്ക് ഒരു 5 കിലോയെങ്കിലും കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് ആ ഒരു ട്രാക്കിലോട്ട് വരാൻ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാലഞ്ച് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 7 days മാത്രമേ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ. അതിനുള്ളിൽ ഒരു മാക്സിമം എന്താ പറയുക, ഒരു 5 kg വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയേക്കാവുന്ന ഒരു ചാലഞ്ച് ആയിരിക്കും ഇത്. അത് കഴിഞ്ഞ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല, വീണ്ടും ബാലൻസ്ഡ് ഡയറ്റിലൂടെ നിങ്ങളുടെ ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഡിസംബർ ഫിനിഷ് ചെയ്യുന്നതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക്, അതായത് 2024 ഫിനിഷ് ചെയ്യുന്നതിനുള്ളിൽ തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ആണ് ഇത്. അപ്പം ഇത് ഫോളോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കേൾക്കണം. ചാടിക്കേറി നിങ്ങൾ ചാലഞ്ച് ചെയ്യരുത്. ഒരുപാട് കാര്യങ്ങൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കാണുക, ഫുൾ ആയിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മാത്രം ചാലഞ്ച് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാലഞ്ചിന്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാം, 2024 ഈ ഒരു ഡിസംബറോട് കൂടി അവസാനിക്കുകയാണ്. ഇനി നമ്മൾ 2025 കടക്കാനായിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു ഫൈനൽ ട്രൈ നിങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണം. ഒരു പേഴ്സണലൈസ്ഡ് സപ്പോർട്ടോട് കൂടി, ഒരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാനോട് കൂടി, നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള വർക്ക്ഔട്ട് റൂട്ടീനോട് കൂടി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം ടു ബിഫിറ്റ് സ്ക്വാഡ്. നമ്മുടെ ഡിസംബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ നമുക്ക് ഓഫേഴ്സ് ഉണ്ട്, അതായത് ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൈമാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു 1 month കൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു വെയിറ്റ് ലോസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എഗെയിൻ നിങ്ങൾക്ക് ഒത്തിരി കോൺഫിഡൻസോട് കൂടി, സാറ്റിസ്ഫാക്ഷനോട് കൂടി ജനുവരി 2025 സ്റ്റെപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അത്രമാത്രമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചാലഞ്ചിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇതൊരു 7 ദിവസം മാത്രം നമ്മൾ ഫോളോ ചെയ്യാനുള്ള ഒരു മീൽ പ്ലാൻ ആണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ആണ്. ആ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് മാക്സിമം വെയിറ്റ് ലോസ് ഇതുവഴി കിട്ടുന്നത്. മാക്സിമം ഒരു 5 kg വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റാവുന്ന ഒരു മീൽ പ്ലാൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഇത് 7 ദിവസത്തിന് ശേഷം നിങ്ങൾ ഇതേപടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ഒരു മെല്ലെ നിങ്ങളൊരു ഗ്രാജുവലി ഒരു ബാലൻസ്ഡ് ഡയറ്റിലോട്ട് വരണം. നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന ഡയറ്റ് പ്ലാൻ ഒക്കെ ഉണ്ടല്ലോ, 1500, 1300, അങ്ങനെയുള്ള ഒരുപാട് ഡയറ്റ് പ്ലാൻസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിലോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യണം. പക്ഷേ ഒരു 7 ദിവസം നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മീൽ പ്ലാൻ അല്ല. പ്രത്യേകിച്ച് ടീനേജേഴ്സ് ഇത് ഫോളോ ചെയ്യരുത്, ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് ഇത് ഫോളോ ചെയ്യരുത്, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഇത് ഫോളോ ചെയ്യരുത്. ബാക്കി ഒരുവിധം എന്താ പറയുക, സിവിയർ ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്തവർക്കൊക്കെ തന്നെ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അസിഡിറ്റി ഇഷ്യൂസ് ഉള്ളവരും കഴിയുന്നതും ഇത് ഫോളോ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഫാസ്റ്റിങ്ങിലൊക്കെ ഇരിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അസിഡിറ്റി ഇഷ്യൂസ് ട്രിഗർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളവർ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ ചെയ്യരുത്. അല്ലാതെ ഒരു നോർമൽ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു 7 days കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ചാലഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഓരോ ദിവസവും, അതായത് day 1, day 2, day 3 അങ്ങനെ ഓരോ പാറ്റേണിലായിട്ടാണ് ഈ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ കോമൺ ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, മസ്റ്റ് ആയിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാലഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് ഞാനിപ്പോൾ കുറച്ച് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാലഞ്ച് ദയവ് ചെയ്ത് ചെയ്യരുത്. ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം, 3 ലിറ്റർ വാട്ടർ ഡെയിലി ഇൻടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. 2 to 3 ലിറ്റർ വാട്ടർ എന്തായാലും മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഇൻടേക്ക് ചെയ്തിരിക്കണം. അത് നിങ്ങൾ എത്ര വെയിറ്റ് ഉള്ള ഒരാളാവട്ടെ, 80 kg ആവട്ടെ, 50 kg ആവട്ടെ, 60 kg ആവട്ടെ, എത്രയാണെങ്കിലും നിങ്ങൾ ഒരു മിനിമം 3 ലിറ്റർ വാട്ടർ ഒരു ദിവസം കുടിച്ചിരിക്കണം. ഇനി അതേപോലെ തന്നെ പോർഷൻ കൺട്രോൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഡയറ്റിൽ എത്ര പോർഷൻ ആണോ പറഞ്ഞിരിക്കുന്നത് ആ പോർഷൻ തന്നെ എടുക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ഡയറ്റിൽ ഓൾട്ടർനേറ്റീവ്സ് ഒന്നും പാടില്ല. അതായത് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചപ്പാത്തി തരികയാണെങ്കിൽ ചപ്പാത്തി തന്നെ കഴിക്കുക, അതിന് വരെ ചപ്പാത്തിക്ക് വരെ ചോറ് കഴിച്ചോട്ടെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പാടില്ല. ഒരു ഓൾട്ടർനേറ്റീവ്സും ഇല്ല. കാരണം ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് മീൽ പ്ലാൻ ആണ്. അത് അതേപടി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഓൾട്ടർനേറ്റീവ്സ് ഒന്നും ഇല്ലാതെ സെയിം ആയിട്ട്, ഞാൻ ഒരുപാട് ഫാൻസി കാര്യങ്ങളും ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ലോക്കലി നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഈ ഒരു ഡയറ്റ് പ്ലാൻ ഉള്ളത്. അപ്പൊ അത് അതേപടി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ ഒരു ചാലഞ്ച് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വർക്ക്ഔട്ടിന്റെ ആവശ്യമില്ല. അതായത് നിങ്ങളിപ്പം ഡെയിലി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 hour, ഹാഫ് ആൻ അവർ ഒക്കെ ആയിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തായാലും ചിലർക്ക് ഈ ഒരു ഹാബിറ്റ് ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു ലൈറ്റ് എക്സസൈസ് നിങ്ങൾക്ക് ഓക്കെയാണ്. അതായത് ഒരു 20
20 മിനിറ്റ്സ് നിങ്ങൾ ലൈറ്റ് ആയിട്ട് വാക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. അപ്പൊ അലോഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് പാറ്റേൺ എന്ന് പറയുന്നത് വാക്കിംഗ് മാത്രമാണ്. അടുത്ത കാര്യം, പ്രോസസ്ഡ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു 7 days നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഷുഗറി ഡ്രിങ്ക്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. മൈദ, ഷുഗർ, പിന്നെ ചോക്ലേറ്റ്, ജങ്ക് ഫുഡുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു 7 days നമുക്ക് അലോഡ് അല്ല. എന്താണോ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്താണോ ഡയറ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം നിങ്ങൾ ഈ ഒരു 7 days കൺസ്യൂം ചെയ്യുക. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ചാലഞ്ച് 7 ദിവസം മാത്രമേ നിങ്ങൾ ഈ ഒരു മീൽ പ്ലാൻ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നിങ്ങളൊരു എന്താ പറയുക, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാനിലോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഡേ 1, ഡേ 2 ആയിട്ട് എന്തൊക്കെ പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഡയറ്റ് പ്ലാന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എത്രയൊക്കെ പോർഷൻ ആണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരികയാണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡേ 1, ഡേ 2 ഓരോ ദിവസങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു തരികയാണ്. അപ്പൊ ഡേ 1 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ഡീറ്റോക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ഫുഡുകളായിരിക്കും കഴിക്കുന്നത്. അപ്പൊ നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ലെമൺ വാട്ടർ ആയിരിക്കും, പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അന്നത്തെ ദിവസം കഴിക്കുന്ന. വെജിറ്റബിൾ സൂപ്പ് പോലെയുള്ളത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ആയിരിക്കും. അപ്പൊ ഡേ 1 തന്നെ നല്ലൊരു വെയിറ്റ് ലോസ്, അതായത് നമ്മുടെ വാട്ടർ ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒന്ന് നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീൽ പ്ലാൻ ആയിരിക്കും അത്. ഇനി ഡേ 2 ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് പ്രോട്ടീൻ ഓപ്ഷൻസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. കാരണം ഫസ്റ്റ് ഡേ നമ്മൾ ഒന്ന് ടയേർഡ് ആയിട്ടുണ്ടാവും, കാരണം എന്താ പറയുക, കുറച്ച് വളരെ ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങളാണല്ലോ കഴിച്ചത്. അപ്പൊ സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും നമ്മൾ കുറച്ചൊന്ന് ടയേർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒന്ന് നമ്മുടെ എനർജി ഒന്ന് മെയിൻറ്റെയിൻ അല്ലെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അത് മാക്സിമം അതേപടി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഡേ 3 ആകുമ്പോഴേക്കും നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള കാർബ്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് ലൈറ്റ് തന്നെയായിരിക്കും, പക്ഷേ കാർബ് ഓപ്ഷൻസ് കുറച്ച് അധികം ഉണ്ടാവും. കഞ്ഞി, ദോശ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഡേ 4 ആകുമ്പോഴേക്കും നമ്മൾ ഫൈബറിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ എന്താ പറയുക, കൂടുതൽ പച്ചക്കറികൾ, പഴങ്ങൾ, ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ അന്നത്തെ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇനി ഡേ 5 എത്തുമ്പോഴേക്കും നമ്മൾ കുറച്ച്, അതായത് ഒരു കോമ്പിനേഷൻ മീൽ പ്ലാൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പ്രോട്ടീനും ഫൈബറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ടുള്ള മീൽ പ്ലാൻ ആയിരിക്കും അന്നത്തെ ദിവസം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡേ 6 ആകുമ്പോഴും നമ്മളൊരു കോമ്പിനേഷൻ മീൽ പ്ലാൻ തന്നെയായിരിക്കും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മീൽ പ്ലാൻ ആയിരിക്കും അന്നത്തെ ദിവസം ഉണ്ടാവുക. ഇനി ഡേ 7 ആകുമ്പോഴേക്കും നമ്മളൊരു ബാലൻസ്ഡ് റുട്ടീനിലോട്ട് വരും. അതായത് ഫൈബറും പ്രോട്ടീനും കാർബും എല്ലാം നല്ല രീതിയിൽ എന്താ പറയാ, ഈക്വൽ ആയിട്ട് ബാലൻസ് ചെയ്തിട്ട് ഉള്ള ഒരു മീൽ പ്ലാൻ ആയിരിക്കും അന്നത്തെ ദിവസം. അപ്പൊ അന്നത്തെ ദിവസത്തോട് കൂടി, അതായത് ഡേ 8 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് മീൽ റുട്ടീനിലോട്ട് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഡേ 7 ആകുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ഒരു റുട്ടീനെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഡേ 1 to ഡേ 7 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 7 days മീൽ പ്ലാന്റെ ഒരു മൊത്തം സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ അത് അതേപടി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക, മാക്സിമം റിസൾട്ട് റീച്ച് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചാലഞ്ചിന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്യാണ്, ഇതൊരു ക്വിക്ക് ആയിട്ടുള്ള ഒരു റീസെറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ചാലഞ്ച് ആണ്. ഒരുപാട് കാലം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളതല്ല. അപ്പൊ എന്തായാലും നിങ്ങൾ 7 days കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോർമൽ മീൽ പ്ലാനിലോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫോളോ ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പൊ മീൽ പ്ലാന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. ഓരോ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതിനൊക്കെ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എത്ര പോർഷൻ ആണ് കഴിക്കേണ്ടതെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 7 days റാപ്പിഡ് വെയിറ്റ് ലോസ് ചാലഞ്ച് എല്ലാവർക്കും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാനാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാലഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഫ്രൈഡേ ആകുമ്പോഴേക്കും നമുക്കത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും താഴെ കമന്റ് സെക്ഷനിൽ അത് നോട്ട് ചെയ്യാൻ മറന്നു പോകരുത്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് വെയിറ്റ് എത്രയാണ്, അതുപോലെ തന്നെ ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് എത്രയാണെന്നൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. നമ്മൾ ഡിസംബർ വെയിറ്റ് ലോസ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ മറന്നു പോകരുത്. സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമുക്ക് 3 weeks പ്ലാനും ഉണ്ട്, 4 weeks പ്ലാനും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കംഫർട്ട് പോലെ നിങ്ങൾക്ക് ഏത് ബാച്ചിലാണെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.